بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض ഉഇദ്ദത് ലിൽമുത്തഖീൻ. മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹമയ്യിദാണ് ഖുത്ബ ഓതിയത്. വിശുദ്ധ മക്കയിൽ നടന്നതായ ഇന്നത്തെ ഖുത്ബയിൽ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തെ മൊത്തത്തിലും മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും പരിശോധിക്കുന്ന ഈ പരീക്ഷണത്തിൽ, ആ പരീക്ഷണത്തോട് അത് വളരെ നീണ്ടുപോയല്ലോ, അത് നമ്മളോട് വിടവാങ്ങുന്നില്ലല്ലോ, അതിനെക്കുറിച്ചുള്ളതായ അതിനോടുള്ള സമീപനത്തെക്കുറിച്ചും ആ ബലാനെക്കുറിച്ചും ഉപാനെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ, ആദർശത്തെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രത്യേകം ഉണർത്തിയും കൊണ്ടായിരുന്നു അദ്ദേഹം ഖുത്ബ തുടങ്ങിയിരുന്നത്. അതെ, നമ്മുടെ മുമ്പിൽ കൂടി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വിട്ടുകിടക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാവട്ടെ, സാമ്പത്തിക ജീവിതത്തിലാവട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ മുസ്ലിങ്ങൾക്ക് വരാറുള്ളതായ പൊതുവെയുള്ളതായ പരീക്ഷണങ്ങളാവട്ടെ, ഏത് പരീക്ഷണമായിരുന്നാലും അതെല്ലാം നാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ നിന്നിട്ടുള്ളതാണ് എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എന്നതുകൊണ്ട് തന്നെ നാം അതിൻ്റെ മുമ്പിൽ ദേഷ്യപ്പെടുകയും കോപിക്കുകയും പ്രീതിയില്ലാത്ത രൂപത്തിലുള്ള സംസാരിക്കുകയും നമ്മുടെ ഈമാനിനെയും വിശ്വാസത്തെയും ബാധിക്കുന്ന രൂപത്തിൽ, അല്ലാഹു സുബ്ഹാനഹു തആലാനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മക്ക ഇമാമ് തുടക്കത്തിൽ തന്നെ ഉണർത്തുകയുണ്ടായി. മുമ്പുള്ളതായ എല്ലാ ഉമ്മത്തുകളെയും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പരിശോധിച്ചു കൊണ്ടേയിരുന്നു. പലർക്കും പല രൂപത്തിലായിരുന്നു പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. ചിലർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷണങ്ങൾ ഇറക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ വളരെ നീണ്ട കാലഘട്ടങ്ങൾ അവരിൽ വിട്ടുകിടക്കാറുണ്ടായിരുന്നു. സിനീന എന്നാണ് അറബി ഭാഷയിൽ. സിനീൻ എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങൾ എന്നതാണ്, ബഹുവചനമാണ്. ആ ബഹുവചനമാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പല ഉമ്മത്തുകളെ പരിശോധിച്ച പരീക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഉപയോഗിച്ചത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, നാം ഇപ്പോൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണം അവരെ പരീക്ഷിച്ചതായ, അള്ളാഹു പരീക്ഷിച്ചതായ പരീക്ഷണത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ വളരെ ചെറിയ പരീക്ഷണവും വളരെ ലഘുവായ പരീക്ഷണവുമാണ് എന്നത് ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന പരീക്ഷണം മുമ്പുള്ള ഉമ്മത്തുകൾക്ക് അള്ളാഹു നൽകിയതുപോലെയുള്ള പരീക്ഷണം പോലെയുള്ളതല്ല എന്നത് ഉറപ്പാണ്. അവരെ പലരെയും നാടൊന്നിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ നാട്ടിനെയും നാട്ടുകാരെയും എല്ലാം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള നശീകരണങ്ങൾ വരേക്കും അവരെ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാതിരുന്നപ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനയുടെ മുമ്പിൽ ധിക്കാര മനസ്ഥിതിയോടുകൂടി സമീപിച്ചപ്പോൾ അവരെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ച പരീക്ഷണങ്ങൾ വളരെ വളരെ ഭാരമാണ്, വളരെ വളരെ ശക്തിയുള്ളതാണ്. നമുക്കുള്ളതായി പരീക്ഷണം അതേ വർഷം നീണ്ടുപോയി എന്ന കാര്യത്തിലൊക്കെ പലർക്കും വിഷമമുണ്ട്, പലർക്കും പ്രയാസമുണ്ട്. എങ്കിലും ഈ പരീക്ഷണം വളരെ ലളിതമാണ്, വളരെ ലഘുവായ പരീക്ഷണമാണ്. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്നവരെ പരീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ പരീക്ഷിക്കാറുള്ളതാണ്. അത് വളരെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയവരായിരുന്നു നമ്മുടെ നേതാക്കൾ പരീക്ഷണത്തിന്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഏകദേശം ചരിത്രം പറയും പോലെ 18ഓളം വർഷങ്ങൾ അവർക്ക് മഹാപ്രയാസം
അവർക്ക് അള്ളാഹു നൽകിയതായ രോഗത്തിലൂടെ അനുഭവപ്പെട്ടു. അവിടെയെല്ലാം അവര് അള്ളാഹുവിന്റെ മുമ്പിൽ ക്ഷമ കൈകൊള്ളുകയും ആ ക്ഷമ കൈകൊണ്ടതായ ക്ഷമയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ആ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നാം ക്ഷമ കൈകൊള്ളുന്ന വ്യക്തിയായിട്ടാണ് കണ്ടത്. നിഅമൽ അബ്ദു, എന്തോ ഒരു നല്ല അടിമയാണ് അദ്ദേഹം. ഇന്നഹു അവ്വാബ്, അള്ളാഹുലേക്ക് അങ്ങേയറ്റം മടങ്ങിയതായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ ആദരിച്ചു, ബഹുമാനിച്ചു, പുകഴ്ത്തി, വാഴ്ത്തി നമുക്ക് പാഠം പഠിപ്പിക്കുന്ന രൂപത്തിൽ മാതൃകാ പുരുഷനായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവരുടെ ചരിത്രം പല സന്ദർഭങ്ങളിലായിട്ട് മടക്കി പറയുകയുമുണ്ടായി. അതെ, അതുപോലെ ബനു ഇസ്രായേലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലും പല പരീക്ഷണങ്ങളെ കൊണ്ട് പരിശോധിച്ചിരുന്നു. മൂസ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലും അല്ലാതെയും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ആ നാട്ടുകാരെ പരീക്ഷിച്ച പരീക്ഷണങ്ങൾ നീണ്ട വർഷങ്ങൾ നീണ്ടു നിന്നിരുന്നു. അപ്രകാരം തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് സ്വന്തം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിൽവാസം നൽകിയും കൊണ്ട് ചരിത്രം പറയും പോലെ 7ഓളം വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അവരെ പരീക്ഷിച്ചതായ പരീക്ഷണം അത് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് ജയിൽവാസമാണ് അതിനേക്കാളും ഉത്തമമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സെലക്ട് ചെയ്തതാണ് അദ്ദേഹം തന്നെ. എന്നാലും അദ്ദേഹത്തിന് അതൊരു പരീക്ഷണം ആയിരുന്നു. അതെ, അതുപോലെ പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ മുൻകാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഉമ്മമുകളിൽ, സമൂഹങ്ങളിൽ, സമുദായങ്ങളിൽ വിട്ടുകടന്ന അസംഭവ വികാസങ്ങളെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അദീമിൽ പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ച് പറയുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വിട്ടുകടന്നപ്പോൾ അവരിൽ നിന്നിട്ട് നമ്മുടെ നേതാക്കൾ, നമ്മുടെ മഹാത്മാക്കളാകുന്ന ആ നബിമാര് അതിന്റെ മുമ്പിലെല്ലാം ക്ഷമ കൈകൊണ്ടതായ സംഭവവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മളോട് അല്ലാഹു പറയും പോലെ നിങ്ങളും പരീക്ഷണം അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ പരീക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ക്ഷമ കൈകൊള്ളേണ്ടതാണ്. മുമ്പുള്ളവര് ക്ഷമ കൈകൊണ്ടതുപോലെ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് എന്ന ആയത്തിലൂടെ നാം പലപ്പോഴും കേട്ടതായ സംഭവമാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് പൂതിയുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ള മുമ്പ് കഴിഞ്ഞു പോയ ഉമമുകൾക്ക്, സമൂഹങ്ങൾക്ക് സംഭവിച്ചതായ സംഭവ വികാസങ്ങൾ, അവരെ അല്ലാഹു പരീക്ഷിച്ചതായ പരീക്ഷണങ്ങൾ, മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ, ധാരാളം പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ വിട്ടുകടന്നു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചു. ഭക്ഷണക്ഷാമത്തിലൂടെ പരിശോധിച്ചവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അപ്രകാരം തന്നെ വരൾച്ചയിലൂടെ പരിശോധിച്ചവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അതുപോലെ പല പരീക്ഷണങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് പരീക്ഷിച്ചു. അങ്ങനെയുള്ളതായ പരീക്ഷണങ്ങൾക്ക് മുമ്പെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അവരെ കുറിച്ച്, മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു, അവരെ കിടുകിടുക്കപ്പെടുകയും ചെയ്തു. അവർക്ക് പ്രയാസം അതിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തുകയുണ്ടായി. എന്നിട്ടോ അവരുടെ കൂടെയുള്ള നബിമാര് വരെ പറഞ്ഞുപോയി അള്ളാഹുവിന്റെ സഹായം എവിടെ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മഹാപരീക്ഷണങ്ങൾക്കൊക്കെ ഇരയായവരും അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ചവരുമായിരുന്നു മുമ്പുള്ള നബിമാരും അവരുടെ ഉമ്മത്തുകളും എന്ന് അള്ളാഹു നമുക്ക് വിവരം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കും പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ നമുക്കും സ്വർഗത്തിൽ പോകണമെന്ന് പൂതിയുണ്ടെങ്കിൽ അവര് ക്ഷമ കൈകൊണ്ടതുപോലെ അവര് ആ പരീക്ഷണത്തിന്റെ മുമ്പിൽ ഏത് രൂപം കൈകൊണ്ടു, എങ്ങനെയാണ് സമീപിച്ചത്, അതുപോലെ നാമും സമീപിക്കണം. നമുക്കും സ്വർഗം വേണമെങ്കിൽ എന്ന് പഠിപ്പിക്കും പോലെ. അതാണ് നാം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ഭാഗം. എന്നല്ലാതെ ഇൻസിആജ് എന്ന് പറയുന്ന അറബി ഭാഷയിൽ അഥവാ വെഫ്രാളം ഉണ്ടാവുക, പ്രയാസപ്പെടുക, ആശയപരൂപത്തിൽ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ അള്ളാഹുവിനെ വില വെക്കാതെ അള്ളാഹുവിന്റെ ആ ബഹുമതിയും ബഹുമാനത്തെയും ആ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയും ഇറാദത്തിനെയും അള്ളാഹുവിന്റെ ഖളാഇനെയും അള്ളാഹുവിന്റെ ഖദറിനെയും മനസ്സിലാക്കാതെ അതിന് നൽകേണ്ടതായ ബഹുമതിയും ബഹുമാനവും നൽകാതെ സംസാരിക്കുന്ന ശൈലി ഒരിക്കലും സത്യവിശ്വാസിയിൽ നിന്നിട്ട് ഉടലെടുക്കാൻ പാടുള്ളതല്ല. ഏതായാലും
അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങൾ ഏത് കാലഘട്ടത്തിലും പരീക്ഷിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി അവന്റെ കഴിവ് കൽപ്പ് സ്ഥാപിക്കലാണ്. അവൻ ആണ് ശക്തൻ, അവനാണ് ഖാദിർ, അവനാണ് മുഖ്തദിർ, അവനാണ് ജബ്ബാർ, അവനാണ് ഖഹാർ. ആ കഴിവ് കൽപ്പിന്റെ ഉടമയാണ് അവൻ എന്നത് അതിലൂടെ അള്ളാഹു സ്ഥിരീകരിക്കലാണ്. നിങ്ങൾ ശിഷ്ടികളാണ്, നിങ്ങൾ ശേഷിക്കട്ടവരാണ്, നിങ്ങൾ എത്ര പുരോഗതിയിലേക്ക് എത്തിയെന്ന് വാദിച്ചാലും, നിങ്ങൾ പറന്നാലും, നിങ്ങൾ റോക്കറ്റ് ഉണ്ടാക്കിയാലും, നിങ്ങൾ എന്ത് ആയുധങ്ങൾ ഉണ്ടാക്കിയാലും, നിങ്ങൾ എത്ര ശക്തന്മാരായിരുന്നാലും അള്ളാഹുവിന്റെ കഴിവിന്റെ മുമ്പിൽ നിങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ശക്തിയും ഒന്നുമല്ല എന്ന് തെളിയിക്കുക, എന്ന് നമ്മുടെ കഴിവുകേട് സ്ഥാപിക്കുവാനും അള്ളാഹുവിന്റെ കഴിവിനെ സ്ത്രീകരിക്കുവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ പണ്ട് തന്നെ പരീക്ഷിക്കാറുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്ന പരീക്ഷണത്തിലും സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. നാം അവരെ പരിശോധിച്ചു മിനൽ അദാബിൽ അദ്നാ, ചെറിയ ചെറിയ ശിക്ഷകളെ കൊണ്ട്, ചെറിയ ചെറിയ ഭക്ഷണക്ഷാമം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ നമുക്കിപ്പോൾ അനുഭവിച്ചതായ വബാ ബലാ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കുന്നതാണ്. എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ. അവര് ഇതിനെക്കുറിച്ച്, അള്ളാഹിന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ വീഴ്ചയെ മനസ്സിലാക്കി, നമ്മുടെ കുറവിനെ മനസ്സിലാക്കി, ആ കുറവുകളെ നികറ്റാൻ വേണ്ടിയും അള്ളാഹുലേക്ക് അതിലൂടെ മടങ്ങാൻ വേണ്ടിയും അള്ളാഹുനോട് പശ്ചാത്തപിക്കുവാൻ വേണ്ടിയും ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പരീക്ഷണം കൊണ്ട് മക്ക ഇമാം എന്ന് പറഞ്ഞതുപോലെ പരീക്ഷണം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് കൽപ്പ് സ്ഥാപിക്കലാണ് ആദ്യമായിട്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം അതിൽ നിന്നിട്ട് പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെറിയ പണ്ട് കാലഘട്ടങ്ങളിലേക്ക് ചെറിയ ചെറിയ ജന്തുക്കളെ കൊണ്ട് പല നാട്ടുകാരെ നശിപ്പിച്ചതായി നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളതായ ഈ ജന്തു നമ്മുടെ കണ്ണിൽപ്പെടാത്ത, ദൃഷ്ടിയിൽപ്പെടാത്ത ചെറിയ മഖ്ലൂഖാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ വൈറസ്. ആ വൈറസ് ഈച്ചയെക്കാളും ചെറുതും കണ്ണിലും ദൃഷ്ടിയിലും പെടാത്തതായ ഒരു സാധനമാണ്. അത്രയും നിസ്സാരമായ സാധനത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖുവ്വത്തിനെ, മനുഷ്യനിൽ അത് വ്യാപകമാകുമ്പോൾ അവന്റെ കഴിവിനെ, അവന്റെ ശേഷികേട്, അവന്റെ സിഹത്തിനെ, അവന്റെ ആരോഗ്യത്തെ, അവന്റെ എല്ലാം അതിലൂടെ നശിക്കുന്നു. ചിലപ്പോൾ അവൻ അതിലൂടെ മരണപ്പെടുകയും ചെയ്യുന്നു. ആ രൂപത്തിലുള്ളതായ കഴിവ് കൽപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ മഖ്ലൂഖാത്തുകളിൽ നിന്നിട്ട് ചെറിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതായ വൈറസിലൂടെ സാധിക്കുമെന്നതായ കഴിവിനെ, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ ഇതിലൂടെ സ്ഥാപിക്കൽ വരുന്നു. എന്നതോടൊപ്പം ഇങ്ങനെയുള്ള നവാസിലുകളും ഇബ്തിലാഅത്തുകളും ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പരിശോധനകളും ശിട്ടികൾക്കുണ്ടാകുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ ഒരു പ്രത്യേക സമീപനം സമീപിക്കേണ്ടതുണ്ട്. അതെന്താണ്? അവരുടെ വീഴ്ചയെ നികറ്റാൻ വേണ്ടി, അവരെന്ത് കുറവ് അവരിൽ നിന്നിട്ടുണ്ടായി എന്നത് പരിശോധിക്കാൻ വേണ്ടി, അവർ ചെയ്തതായ ഇബാദത്തുകളിലുള്ളതായ വീഴ്ചകൾ പരിശോധിച്ച് ആ ഇബാദത്തുകളിലെ വീഴ്ചകളെ നികറ്റാൻ വേണ്ടി, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ പെരുമാറ്റത്തിലും സമീപനത്തിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളെ നികറ്റാൻ വേണ്ടി, അവരുടെ ശരീരത്തിലുള്ളതായ വീഴ്ചകൾ അത് പരിശോധിച്ചുകൊണ്ട് ആ വീഴ്ചകളെ നികറ്റാൻ വേണ്ടി, അപ്രകാരം തന്നെ അവര് അതിനു മുമ്പായിട്ട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ, മക്ക ഇമാം പറഞ്ഞതുപോലെ അള്ളാഹുമായുള്ളതായ ബന്ധത്തിലുള്ള വീഴ്ചകൾ ശരിക്കും പഠനം നടത്തി ആ വീഴ്ചകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് നികറ്റാൻ വേണ്ടി, അത് എല്ലാ രൂപത്തിലും, അത് വ്യക്തിയിലൂടെയാണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, പണ്ഡിതന്മാരിലൂടെയാണെങ്കിൽ അങ്ങനെ, പ്രബോധകന്മാരിലൂടെ ആണെങ്കിൽ അങ്ങനെ, ആരിലൂടെയാണെങ്കിലും, ആരിലൂടെയാണ്, ഏത് രൂപത്തിലാണ്, ഏത് സമീപനത്തിലാണ് നമ്മളിൽ വീഴ്ച വന്നത് എന്നത് ശരിക്കും മനസ്സിലാക്കി അതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ പോൺ വഴികൾ കണ്ടെത്തി ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്ത് നമ്മളോട് കൽപ്പിക്കുന്ന ആ ഇലാജ്, ആ മരുന്ന് അതിനുപയോഗിച്ചുകൊണ്ട് അതിലൂടെ ഇങ്ങനെയുള്ളതായ പരീക്ഷണത്തിൽ നിന്നിട്ട് രക്ഷ നേടാൻ വേണ്ടി പാടുപെടുക. അതിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തെ നമ്മിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടി നാം പാടുപെടുക. അത് അള്ളാഹുലേക്ക് മടങ്ങലിലൂടെ, തൗബ ചെയ്യലിലൂടെ, പാശ്ചാത്തപിക്കലിലൂടെ, കുറ്റങ്ങൾ സമ്മതിക്കലിലൂടെ, നമ്മുടെ കഴിവുകേട് മനസ്സിലാക്കി ആ കഴിവുകേട് നാം അംഗീകരിക്കലിലൂടെ, അള്ളാഹുവിന്റെ കഴിവ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കഴിവ് നാം സ്ഥാപിക്കലിലൂടെ, ഇതൊക്കെയാണ് സത്യവിശ്വാസിയുടെ സമീപനം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത്. എന്നല്ലാതെ ഇപ്പോൾ കൊല്ലം പൂർത്തിയായല്ലോ, ഇതുവരെ ഈ പരീക്ഷണം നമ്മളോട് വിടവാങ്ങിയില്ലല്ലോ, ഈ വബാ നമ്മളോട് വിടവാങ്ങിയില്ലല്ലോ, എന്തേ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു
വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തൊരു അപകടം, എന്തൊരു ബലാ എന്ന രൂപത്തിൽ ആക്ഷേപാർഹമായ രൂപത്തിലുള്ള സമീപനമോ സംസാരമോ സത്യവിശ്വാസിയുടെ നാവിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നിട്ട് വരെ വന്നു പോകാൻ പാടില്ല എന്നത് മക്ക ഇമാം എന്ന് ഊന്നി പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക, പാശ്ചാത്തപിക്കുക എന്നതോടുകൂടി ഉബൂദിയ്യത്ത് കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നത് സ്ഥാപിക്കുവാനും അള്ളാഹുവിന്റെ കഴിവുകൾ, അവന്റെ ഖുദ്റത്ത്, അവന്റെ അളമത്ത് മനസ്സിലാക്കി അവൻ അഥവാ ഷിട്ടി വളരെ നിന്ദ്യനാണ്. എത്ര തന്നെ അവൻ ശക്തനാണെങ്കിലും എത്ര തന്നെ അവന് കഴിവുണ്ടെങ്കിലും അള്ളാഹുവിന്റെ കഴിവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അവൻ നിന്ദ്യനാണ്. ആ നിന്ദ്യത അവൻ സ്ഥാപിച്ചുകൊണ്ട് അവന്റെ ഉബൂദിയത്ത് സ്ഥാപിച്ചുകൊണ്ട് അവൻ ഖുദൂഅോടുകൂടി ഖുശൂഅോടുകൂടി ഭക്തിയോടുകൂടി അവൻ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിച്ചു റബ്ബേ, നീ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ നടക്കുകയില്ല റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ ഈ അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കണേ റബ്ബേ എന്ന ആ ക്ഷമയാചനവും ആ നിന്ദ്യത സ്ഥാപിക്കലും സ്ത്രീകരിക്കലുമാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഷിട്ടികൾ നട്ടുടൽ എടുക്കേണ്ടത്. ക്ഷമ കൈകൊള്ളുക, അവൻ അള്ളാഹുലേക്ക് പരിപൂർണമായി അർപ്പിക്കുക, അള്ളാഹുനോട് പാശ്ചാത്തപിക്കുക, ഖേദിച്ചു മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ശക്തനാണ്, ഷിട്ടികൾ അവനിലേക്ക് ആശ്രയിക്കുന്നവരാണ്. ഷിർത്താവിന് ആരുടെയും ആവശ്യമില്ല, ആശയവുമില്ല എന്നത് സ്ഥിരീകരിക്കലാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പരീക്ഷിക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടി അവനുണ്ട്. അവൻ ഇവിടെ ക്ഷമ കൈക്കൊള്ളുന്ന സന്ദർഭത്തിൽ അവന്റെ ഗ്രേഡ് ഉയരുന്നു, അവന്റെ ബഹുമതി ഉയരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ശ്രേഷ്ഠതയും ബഹുമതിയും ബഹുമാനവും അജ്റും പ്രതിഫലവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം അവൻ അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലും പ്രീതി അടഞ്ഞത് കൊണ്ട് തന്നെ, അവൻ ക്ഷമ കൈക്കൊണ്ടതുകൊണ്ട് തന്നെ, അവൻ അള്ളാഹുവിന്റെ വിധി വന്നതുപോലെ വരട്ടെ, അതിന്റെ മുമ്പിൽ പ്രയാസപ്പെട്ടിട്ട് പ്രയോജനമില്ല, അള്ളാഹ് തീരുമാനിച്ചതേ ഇവിടെ നടക്കുകയുള്ളൂ, ഞാൻ തീരുമാനിച്ചതൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന ആ വിശ്വാസത്തോടു കൂടി, ആ ഉദ്ദേശത്തോടു കൂടി, ആ രൂപത്തിലാണ് ഒരാൾ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന് പ്രതിഫലം വർദ്ധിക്കുകയും അവന്റെ ഗ്രേഡ് വർദ്ധിക്കുകയും അള്ളാഹുവിന്റെ അടുക്കൽ അവന് തക്കതായ പ്രതിഫലം പരലോകത്തിൽ ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നതായ ഈ ബലാ, ഈ വബാ, ഈ കൊറോണ, ഈ പരീക്ഷണം ഇത് യഥാർത്ഥത്തിൽ നീണ്ടുപോയല്ലോ എന്നതിലല്ല അത്ഭുതം. മറിച്ച് അത്ഭുതം, മക്ക ഇമാം പറയുന്നു, അത്ഭുതം അതിൽ നിന്നിട്ട് പാഠം പഠിക്കാതെ അത് ഒരു നാട്ടു നടപ്പായി കുറെ കാലമായല്ലോ, അതങ്ങനെ നടന്നു പോകട്ടെ, മരിക്കുന്നവര് മരിക്കട്ടെ, ജീവിക്കുന്നവര് ജീവിക്കട്ടെ, ആ രൂപത്തിൽ ചിന്തിക്കുന്ന, ആ രൂപത്തിൽ സമീപിക്കുന്ന വിഭാഗമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ലോകത്തിൽ. അവര് നിങ്ങൾക്കറിയാവുന്നതുപോലെ പാശ്ചാത്യ നാടുകളിലും മറ്റു പല നാടുകളിലും ആ രൂപത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ആ രൂപത്തിൽ സമീപിക്കുന്നത് കൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ സാമ്പത്തിക ജീവിതത്തിലോ രാഷ്ട്രീയ ജീവിതത്തിലോ അവരുമായുള്ളതായ അവരുടെ ഷിട്ടാവിലേക്ക് മടങ്ങുന്ന മടക്കത്തിലോ ഒരു ചേഞ്ചും ഉണ്ടായതായിട്ട് നമുക്ക് പലരിലും കാണുന്നതല്ല. ആ സമീപനമല്ല ഉണ്ടാവേണ്ടത്. അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് മക്ക ഇമാം പറയുകയാണ്, ഈ രോഗം നീണ്ടതിലല്ല അത്ഭുതം, ഈ നീണ്ട രോഗത്തിൽ നിന്നിട്ട്, ഈ നീണ്ട പരീക്ഷണത്തിൽ നിന്നിട്ട് ലോകം പാഠം പഠിച്ചില്ലല്ലോ എന്നതിലാണ് അത്ഭുതം എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതെ, അപ്പോൾ ഈ പാഠം പഠിക്കുക എന്നത് അള്ളാഹിന്റെ ലക്ഷ്യമാണ്. അഥവാ അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം തൗബ ചെയ്യുവാനും അള്ളാഹിലേക്ക് മടങ്ങുവാനും നമ്മുടെ ജീവിത രീതി മാറ്റുവാനും, നമ്മുടെ ജീവിത രീതി മുമ്പുള്ള രീതി ശരിയല്ല എന്നത് നാം അള്ളാഹിന്റെ മുമ്പിൽ പ്രവർത്തനത്തിലൂടെ പ്രാക്ടിക്കലായി അത് സ്ഥാപിച്ച് സ്ഥിരീകരിച്ച് കാണിച്ചു കൊടുക്കണം എന്നതാണ് മക്ക ഇമാം ഊന്നി പറഞ്ഞതായ പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ അവസാനത്തിൽ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്നതായ ഫദ്ലാണ്, ഒരു ശ്രേഷ്ഠതയാണ് നമ്മെ പരിശോധിച്ച് നമ്മുടെ ഗ്രേഡ് ഉയർത്താൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ടാക്കി തരുക എന്നത്. അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നാം ചെയ്യുന്ന ഇബാദത്തുകൾ നമുക്ക് എത്തേണ്ടതായ സ്റ്റാൻഡേർഡിലേക്ക് ആ ഇബാദത്തിലൂടെ എത്താൻ പറ്റുകയില്ല. നാം ചെയ്യുന്നതായ സൽക്രമങ്ങൾ അത്
അതിലൂടെ നമുക്ക് എത്തേണ്ടതായ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ രൂപത്തിലുള്ളതായ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഗ്രേഡിനെ ഉയർത്താൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് ചാൻസ് അള്ളാഹു ഉണ്ടാക്കി തരികയാണ്. ഇങ്ങനെയുള്ള പരീക്ഷണത്തിന്റെ മുമ്പിൽ ക്ഷമ കൈക്കൊള്ളലിലൂടെയും അതിന്റെ മുമ്പിൽ ഒരു മുഅ്മിൻ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കഴിവ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കഴിവ് കേട് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ത് സംഭവിച്ചാലും നാം അള്ളാഹുവിന്റെ ആൾക്കാരാണ്, അള്ളാഹുവിന്റെ ശക്തികളാണ്. നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നെ മിൽക്കാക്കാൻ സാധിക്കുന്നതല്ല. നാം ആരുടേതാണ്? അള്ളാഹുവിന്റേതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ നാം അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ആ സത്യവിശ്വാസികളുടെ ആ വിശ്വാസം അത് സ്ഥാപിച്ചുകൊണ്ട് ഈമാനിനെ പുതുക്കുവാനും ഈമാനിനെ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹു നൽകിയതായ ചാൻസ് ആണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് നാം അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. അള്ളാഹുവെ, ഈ ഒബാഹിനെ ഞങ്ങൾ നട്ട് പെട്ടെന്ന് ഉയർത്തണേ രക്ഷിതാവേ. ഞങ്ങൾക്ക് മുമ്പുള്ള രൂപത്തിൽ തന്നെ പണ്ടുള്ള രൂപത്തിൽ തന്നെ ഈ ഒബാഹ് ഞങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്ന രൂപത്തിൽ ഇബാദത്തുകൾ പള്ളികളിൽ വെച്ചിട്ട് ചെയ്യുവാനും ഹറമുകളിൽ വെച്ചിട്ട് ചെയ്യുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഹജ്ജ് ചെയ്യുവാനും ഉംറ ചെയ്യുവാനും എല്ലാം തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ ഇതിൽ നിന്നിട്ട് പാഠം പഠിച്ചു റബ്ബേ. ഇനി ഞങ്ങൾ അങ്ങനെയുള്ള പാപങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങുകയില്ല റബ്ബേ. ഞങ്ങളുടെ ജീവിത രീതി മാറ്റും റബ്ബേ എന്നൊക്കെ സമ്മതിക്കുക. അതാണ് സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നല്ലാതെ പരീക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ കാലങ്ങൾ വിട്ടുകടന്നതുകൊണ്ട് അനുഭവത്തിലൂടെയും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മക്ക ഇമാം പറയുകയാണ്, എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്? നമുക്ക് ഈ രോഗത്തോട് അത് വ്യാപകമാകുന്നതിൽ നിന്നിട്ട് രക്ഷപ്പെടുവാനും അതിന് അറുതി വരുത്തുവാനും നമുക്ക് സാധിക്കും. എന്തിലൂടെ? നമ്മളോട് ഓരോ നാട്ടിലുള്ളതായ ആ നാട്ടിലുള്ള രാഷ്ട്രങ്ങളും അവിടെയുള്ളതായ ഡോക്ടർമാരും അതുപോലെ തന്നെ അവിടെയുള്ളതായ ഇത്തരം കാര്യങ്ങൾ കൈയാളാൻ വേണ്ടി നമുക്ക് അവര് അഥവാ ഗവൺമെന്റ് ആവട്ടെ പണ്ഡിതന്മാരാവട്ടെ ഡോക്ടർമാരാവട്ടെ നമ്മളോട് കൽപ്പിക്കുന്നതായ ആ കൽപ്പനകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് അതിനോട് പെട്ടെന്ന് വിടവാങ്ങുവാനും അതിനെ അറുതി വരുത്തുവാനും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കുമെന്നതും നാം പഠിച്ചതായ മറ്റൊരു പാഠമാണ്. ഇത് പഠിച്ചതോടുകൂടി അതിനെ നടപ്പാക്കാതിരിക്കുന്ന അഥവാ ഈ രോഗം വ്യാപകമാകാൻ കാരണമായതായ ജനങ്ങൾ ഒന്നിച്ചിരിക്കുക, ജനങ്ങൾ തിങ്ങി വസിക്കുക, ജനങ്ങൾ പരസ്പരം അതിനുള്ള പ്രതിരോധ വകുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നത് മക്ക ഇമാം പറയുകയാണ്. അത് ജഹാലത്ത് കൊണ്ടും വിഡ്ഢിത്വം കൊണ്ടും വരുന്നതായ ഒരു സമീപന രീതിയാണ്. അത് നാം ഒഴിവാക്കണം. പലരും ഇപ്പോൾ സഫാഹത്ത് എന്നിവരെ അദ്ദേഹം പറയുകയുണ്ടായത്, അഥവാ പോയത്തം നമ്മൾ പറയാറുണ്ടല്ലോ എന്നതുപോലെ ജഹാലത്തും സഫാഹത്തും അറിവില്ലായ്മയുടെ ഉടമകളെ പോലെ അഭിനയിക്കുകയാണ് നാം. എന്ത് ചെയ്യുമ്പോൾ? ഈ പ്രതിരോധ വകുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ വരുന്നത് വരട്ടെ. ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആ രൂപത്തിൽ സമീപിക്കുന്ന ഈ ഭൗതിക നേട്ടങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മാദ്ദ മാത്രം മുമ്പിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സമ്പാദ്യം സമ്പാദിക്കണം, മരിക്കുന്നവർ മരിക്കട്ടെ, രോഗം പിടിക്കുന്നവർ രോഗം പിടിക്കട്ടെ എന്ന സമീപനം സമീപിക്കുന്ന അത് സത്യവിശ്വാസികളല്ലാത്തവരിൽ നിന്നിട്ടാണ് പലപ്പോഴും ഉത്ഭവിക്കുക. അത് ലോകത്തിൽ പലയിടങ്ങളിലും ആ രൂപത്തിലുള്ള സമീപനം നാം കാണുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ നാട്ടിൽ കൊറോണയുടെ ശതമാനം ഇപ്പോഴും വർദ്ധിച്ചു വരികയാണ്. അതിന് അറുതി വരുത്താനുള്ള പോൺവഴികളെല്ലാം നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും മറ്റും പറഞ്ഞു തന്നതനുസരിച്ചിട്ട് നടപ്പാക്കാതിരിക്കുക എന്നത് സഫാഹത്താണ്, ജഹാലത്താണ്, അറിവില്ലായ്മയാണ്. അത് ഒഴിവാക്കണം. സത്യവിശ്വാസികൾ ബുദ്ധിജീവികളായി ജീവിക്കണം. ബുദ്ധിജീവികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അവര് ഒരു കുഴിയിൽ 2 പ്രാവശ്യം വീണു പോകാൻ പാടില്ല. പിന്നെയോ ഒരു പ്രാവശ്യം ഒരു കുഴിയിൽ വീണു പോയാൽ ആ കുഴിയിൽ ഇനി വീഴാൻ പാടില്ല എന്നത് മനസ്സിലാക്കി അതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ പ്രതിരോധ വകുപ്പ് കൈകൊള്ളുക എന്നത് സത്യവിശ്വാസികളുടെ സ്വഭാവമാണെന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം അതും കൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് മക്ക ഇമാം അദ്ദേഹത്തിന്റെ ഖുതുബയുടെ സമാപനത്തിൽ മുസ്ലിം ലോകത്തെ ആ സകലം നമ്മളെ പ്രത്യേകിച്ച് ഇവിടെ മക്കയിലും മദീനയിലും നേരിട്ട് കേട്ട മുസ്ലിങ്ങളോട് ഉണർത്തുകയുണ്ടായി. മദീനയിൽ ഡോക്ടർ ഷെയ്ഖ് അബ്ദുൽ ബാരിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹത്തിന്റെ ഖുതുബയിൽ അദ്ദേഹം സംസാരിച്ചതായ വിഷയം ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ഈ വിഷയവുമായിട്ട് നല്ല ബന്ധമുള്ളതായ ഒരു വിഷയം തന്നെയാണ്.
അഥവാ സത്യവിശ്വാസി അവന്റെ അഖീദപരമായ വിശ്വാസപരമായ കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഞാൻ നാളെ ഇന്നത് ചെയ്യുമെന്ന്, ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ അതിൽ അള്ളാഹിന്റെ മശീഅത്തിനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന പദത്തെ അതോട് കൂട്ടിച്ചേർക്കുക എന്നത് സത്യവിശ്വാസി ചെയ്യേണ്ടതായ അവന്റെ വിശ്വാസപരമായ കാര്യത്തെ ബാധിക്കുന്ന ഒരു ഭാഗമാണ്. അത് നാം പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ബർക്കത്ത്, അതുകൊണ്ടുള്ള പ്രത്യേകത, അതുകൊണ്ട് നാം സ്ത്രീകരിക്കുന്ന, സ്ഥാപിക്കുന്ന, അംഗീകരിക്കുന്ന നമ്മുടെ വിശ്വാസപരമായ കാര്യം അതെന്താണ്? അള്ളാഹുവിന്റെ മശീഅത്തില്ലാതെ, അള്ളാഹുവിന്റെ ഇറാദത്തില്ലാതെ ഇവിടെ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നാളെ ഇന്നത് കാട്ടുമെന്ന് പറയുമ്പോൾ അത് അള്ളാഹ് ഉദ്ദേശിച്ചാൽ എന്ന പദം കൂട്ടിച്ചേർക്കണം എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് ഖുർആൻ അള്ളാഹു കൽപ്പിച്ച കൽപ്പനയാണ്. അതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടത്, നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, നിങ്ങൾ പ്രധാനപ്പെട്ട വല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ഖൈറിനെ തേടുക എന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ നമസ്കാരം നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് പോലെ ഈ ഇസ്തിഖാറയുടെ പ്രാർത്ഥന നിസ്കാരമൊക്കെ റസൂലുള്ളാഹി ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ സഹാബാക്കൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നതാണ്. എന്താണ് അതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം? അള്ളാഹുവിനോട് ഈ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നീ ഉദ്ദേശിച്ചാലല്ലാതെ അത് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നീ അത് ഞാൻ ചെയ്യണമോ വേണ്ടേ എന്നതിൽ നിന്നോട് ഞാൻ ഖൈറിനെ ചോദിക്കുന്നു. ഖൈറായ കാര്യം ചെയ്യലാണെങ്കിൽ അതിന് നീ എനിക്ക് തൗഫീഖ് ചെയ്യണം. അല്ല, അതിന് വിപരീതമാണ് അത് ചെയ്യലെങ്കിൽ അതിൽ നിന്നിട്ട് നീ എന്നെ ഒഴിവാക്കുകയും വേണം. അതാണല്ലോ ഇസ്തിഖാറയുടെ നമസ്കാരത്തിൽ നാം പറയുന്നത്. അങ്ങനെയുള്ള നമസ്കാരം വരെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ എല്ലാ അമലുകളെ, അത് ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, അതെല്ലാം അള്ളാഹുലേക്ക് ചേർത്തിട്ട് അള്ളാഹിന്റെ മശീഅത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറാണെങ്കിൽ അത് ചെയ്യട്ടെ, ഖൈറല്ലെങ്കിൽ അത് ഒഴിവാക്കി തരട്ടെ എന്ന തേട്ടത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നാം ചെയ്യുന്ന സർവ്വ അമലുകളിൽ അള്ളാഹുമായിട്ട് ഘടിപ്പിച്ച് അള്ളാഹുമായി ബന്ധപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു ശൈലിയാണ് നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് ഇന്ന് മദീന ഇമാം ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായ ചില ഭാഗങ്ങളായിരുന്നു. ഒരു തീരുമാനത്തിലേക്ക് നാം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാം ഇസ്തിഖാറ ചെയ്തതിന്റെ ശേഷം ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹു പറയുന്നു ഖുർആനിൽ, നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുക, അള്ളാഹുലേക്ക് തവക്കുലാക്കുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ഖുർആൻ അല്ലാഹു മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ അള്ളാഹുലേക്ക് ഒരാൾ ഒരു കാര്യത്തെ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് മതി, അവന്റെ പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹ് ഏറ്റെടുക്കും. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ അവന് പ്രയാസപ്പെടേണ്ടതില്ല, ആ കാര്യത്തിൽ അവൻ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ബുദ്ധിജീവി ആരാണ്? ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ബുദ്ധിജീവി ആവലപ്പോഴാണ് അവന്റെ സ്വശരീരത്തെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും അവൻ ചെയ്യുന്ന അമല് ഖൈറാണെങ്കിൽ അത് ഖൈറാണ് എന്നത് അള്ളാഹുവിനോട് റബ്ബേ ഇതിൽ നീ എനിക്ക് ഖൈർ നൽകണം, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന അമലിൽ ഖൈർ നൽകണം എന്ന് ആവശ്യപ്പെടുകയും, പ്രത്യേകിച്ച് അതൊരു പ്രധാന വിഷയമാണെങ്കിൽ അവിടെ ഇസ്തിഖാറയുടെ നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് ഖൈറിന് തേടുകയും നന്മക്ക് തേടുകയും വേണം എന്ന് റസൂലുള്ളാഹി കൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ, എല്ലാ പ്രശ്നങ്ങളിലും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അള്ളാഹിനെ ഇടപെടുത്തി അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ അതിന് പ്രത്യേകതയുണ്ടാകുന്ന ഒരു മുഅ്മിനാണ് എന്നത് നാം നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇമാം ഓതിയതായ ഹദീസിൽപ്പെട്ടതാണ് ഞാൻ ഓതിയതായ ഭാഗം. ഫൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിജീവി സ്വശരീരത്തെ വിചാരണ നടത്തുകയും എന്നിട്ട് പരലോകത്തിലുള്ള ജീവിതത്തിന് വേണ്ടി അവൻ ഇവിടെ നിന്ന് തയ്യാറാവുക, ഒരുങ്ങുക. അപ്പോൾ സത്യവിശ്വാസി കച്ചവടം ചെയ്യട്ടെ, ബിസിനസ് ചെയ്യട്ടെ, കൃഷി ചെയ്യട്ടെ, വ്യാപാരം ചെയ്യട്ടെ, എന്ത് ഭൗതികമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിലെല്ലാം ദീന് കലർത്തി, അള്ളാഹിന്റെ വിധികൾ കലർത്തി, അള്ളാഹിന്റെ വിലക്കുകൾ വിട്ടുനിന്ന് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുമ്പോൾ അവന് ദുനിയാവ് സമ്പാദിക്കുമ്പോൾ മരണത്തിന് വേണ്ടി അവൻ ഒരുങ്ങും പോലെ, ദുനിയാവ് സമ്പാദിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി അവൻ ഒരുങ്ങും പോലെ, ദുനിയാവ് സമ്പാദിക്കുമ്പോൾ പരലോക മോക്ഷത്തിന് വേണ്ടി അവൻ ഒരുങ്ങും
നൽകും പോലെ അങ്ങനെയുള്ള ജീവിതം ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മദീന ഇമാം നിന്ന് ഉണർത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലവർക്കും വല്ല ശാരീരിക കഴിവ്, ആഫിയത്ത്, ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയിൽ അവൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവൻ ഇഹലോകത്തിൽ അവന്റെ ജീവിതത്തിന് ആവശ്യമായ ജോലി ചെയ്യൽ, വ്യാപാരം ചെയ്യൽ, അല്ലെങ്കിൽ അവന്റെ കഴിവുള്ള അവന്റെ അറിവിൽപ്പെട്ട അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് ആയിരിക്കണം അവൻ ജീവിക്കേണ്ടത്. അവന്റെ ടൈമിനെ വേസ്റ്റ് ആക്കരുത്. അവൻ ബുദ്ധിജീവിയായി മാറാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കും പോലെ പരിശ്രമിക്കണം. അവൻ മടിയനായി മാറരുത്, അജിസുള്ളവനായി മാറരുത്. എന്നെ കൊണ്ട് സാധിക്കൂല, അവരാൽ സാധിക്കുന്ന കാര്യത്തെ എന്നെ കൊണ്ട് സാധിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി നിൽക്കുക. അത് മുസ്ലിമിൽ നിന്നിട്ട് ഉത്ഭവിക്കാൻ പാടില്ല. റസൂലുള്ളാഹ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ തന്നെ അതിൽ നമുക്ക് പാഠമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. വൽ അജ്സ് കഴിവില്ലായ്മ, എന്നെ കൊണ്ട് സാധിക്കൂല, എനിക്ക് സാധിക്കാതെ വന്നു പോകും, ഞാൻ അതിൽ കൈയിട്ടാൽ അത് എന്നെ കൊണ്ട് അത് ശരിക്കും ചെയ്യാൻ പറ്റൂല എന്ന രൂപത്തിലുള്ളതായ ഒഴിഞ്ഞു മാറുക എന്ന സമ്പ്രദായം. അതുപോലെ തന്നെ കസൽ അഥവാ മടി, നമ്മൾ നിന്നിട്ട് മടി ഉണ്ടാവാൻ പാടുള്ളതല്ല. ദുനിയാവിന്റെ കാര്യത്തിലോ നല്ല കാര്യമാണെങ്കിൽ ആഖിറത്തിന്റെ കാര്യത്തിലോ പ്രത്യേകിച്ച് മടി നമ്മൾ നിന്നിട്ട് ഉത്ഭവിക്കാൻ പാടില്ല. പരലോകത്തിന്റെ കാര്യത്തിൽ മടി വരുമ്പോൾ നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ നശിക്കുന്നു, ധാരാളം നമുക്ക് ലഭിക്കാൻ പോകുന്നതായ പ്രതിഫലങ്ങൾ നശിക്കുന്നു. അവിടെയെല്ലാം അല്ലാഹുവിന്റെ കൽപ്പന തന്നെ മദീന ഇമാം ഓതിയതുപോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക, നിങ്ങൾ ധൃതി കൂട്ടുക, ഖൈറാത്തുകളിലേക്ക് നിങ്ങൾ. ഇസ്തിബാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സരിക്കുക. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അതെ, അല്ലാഹു പറയുന്നു, സാരിഉ, നിങ്ങൾ ഓടി വരിക അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അഥവാ പാപമോചനത്തിലേക്കും വജന്നത്തിൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിലേക്കും. എങ്ങനെയുള്ള സ്വർഗ്ഗമാണ്? അർളുഹാ, അതിന്റെ വീതി, അസ്സമാവാതു വൽ അർള്, ആകാശഭൂമിയുടെ വീതിയാണ്. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, ആർക്കുള്ളതാണത്? സത്യവിശ്വാസികളായ മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുള്ളതാണ്. അല്ലദീന, ആരാണവർ? യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറാഇ വദ്ദറാഇ, അല്ലാഹുവിന്റെ വഴിയിൽ അവർ ചെലവഴിക്കും. അവർക്ക് സന്തോഷ സമയത്താവട്ടെ പ്രയാസമുള്ള സമയത്താവട്ടെ എല്ലാ സമയത്തിലും അല്ലാഹുവിന്റെ വഴിയിൽ അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. വൽ കാദിമീനൽ ഗൈള, അവർ ദേഷ്യത്തെ അടക്കി വെക്കുന്നവരാണ്. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാഫി ചെയ്യുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ മുഹ്സിനീങ്ങൾ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചതായ ആയത്തും അതിനു മുമ്പ് ഞാൻ ഓതിയതായ ഖൈറാത്ത്, നന്മകൾ എന്തൊക്കെയുണ്ട് അതിൽ മത്സരിച്ചുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പാടുപെടണമെന്നും മദീന ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. സനാഇഉൽ മഅറൂഫി തഖി വസാരി അസ്സൂഇ എന്നതായ ഹദീസ് കൂടി അദ്ദേഹം ഓതി. അഥവാ നന്മകൾ എത്ര നാം ചെയ്തു, ജനങ്ങൾക്ക് പരോപകാരം ചെയ്തു, എത്ര കണ്ട് ജനങ്ങൾ നമ്മുടെ ശരീരത്തെ നാം സഹായിക്കും പോലെ, നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം പ്രവർത്തിക്കും പോലെ മറ്റുള്ളവർക്ക് വേണ്ടി, അവരെ നന്മയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നിട്ട് വരാൻ സാധ്യതയുള്ളതായ പല പല അപകടത്തിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ കൂടി രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ് അസ്സദഖത്തു തുത്ഫിഉ ഗളബർ റബ്ബ്, നാം ധർമ്മം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ദേഷ്യത്തെ, കോപത്തെ അത് അടക്കും. അപ്പോൾ അല്ലാഹുവിന്റെ കോപവും ദേഷ്യവും അടങ്ങുവാനും നമ്മളിൽ ഇറങ്ങിയതായ ബലാകൾ ദൂരപ്പെടുവാനും നാം പരോപകാരം ചെയ്യുക, അതുപോലെ തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യുക, സദഖ ചെയ്യുക, ധർമ്മം ചെയ്യുക, ചാർച്ചബന്ധങ്ങൾ ചേർക്കുക എന്നെല്ലാം മാറൂഫുകളുണ്ട്. അത് ചെറുതാവട്ടെ വലുതാവട്ടെ അത് മുഴുവൻ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കണം. അത് ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരപ്പെടുത്തുക എന്നത് നമ്മിൽ നിന്നിട്ട് ഉത്ഭവിക്കാൻ പാടുള്ളതല്ല. അതെ, അതുപോലെ തന്നെ ഞാൻ നാളെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ഖുതുബയുടെ തുടക്കം തന്നെ ഇന്ന് മദീന ഇമാം തുടങ്ങിയത് അള്ളാഹുവിന്റെ മശീഅത്തിനെ ബന്ധപ്പെടുത്തിയും കൊണ്ടാണ് നാം പറയേണ്ടത്. ഇദാ ഖുൽത ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ, നാളെ ഇത് ഞാൻ ചെയ്യുമെന്ന് നീ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് നീ പറഞ്ഞിരിക്കണം. അള്ളാഹുവിനെ ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ ഫദ്ലിനെ നീ ആഗ്രഹിച്ചുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്റെ ഫദ്ല് നീ ഇറക്കണേ റബ്ബേ, നിന്റെ അനുഗ്രഹം ഇറക്കണേ റബ്ബേ. ഹുവ അൻശഅ
ഖലഖക്കും ഫിൽ അർദി വസ്തഅമറക്കും. അല്ലാഹുവാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അല്ലാഹുവാണ് ഇവിടെയുള്ളതായ നിങ്ങൾ ചെയ്യുന്ന പുരോഗതികൾ, ആ പുരോഗതികളിലേക്ക് നിങ്ങൾ എത്തുവാനും ആ നന്മകളിലേക്ക് നിങ്ങൾ എത്തുവാനും അതിനുള്ള ആരോഗ്യവും അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതായ ബുദ്ധിയും അതിനുള്ളതായ കഴിവും അതിനുള്ളതായ കൽപ്പും എല്ലാം അള്ളാഹുവാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് എന്നതായ കാര്യം മദീന ഇമാമ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ഖുതുബയിൽ ഊന്നിപ്പറയുകയുണ്ടായി. അത് വല്ല കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ ഫളലിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ അവരുടെ മുമ്പിൽ ബിൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം അവിടെ എത്തിയപ്പോൾ എന്താ പറഞ്ഞത്? റബ്ബി, ഇത് എന്റെ റബ്ബി എനിക്ക് ചെയ്തതായ ഫളൽ കൂടി കിട്ടിയതാണ്. എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, എന്റെ കൽപ്പ് കൊണ്ട് കിട്ടിയതല്ല, എന്റെ രാജീകത്വം കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടാണ്, എന്റെ റബ്ബിൽ നിന്നിട്ട് സംഭവിച്ചതാണ്. അപ്പൊ റബ്ബിലേക്ക് ചേർക്കുക. ഇതാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചത്. നമ്മുടെ നേതാക്കളുടെ ആ തത്വം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് അവരോടുള്ളതായ ആ തുടർച്ച, അവരോടുള്ളതായ പിന്തുടർച്ച നമുക്ക് സ്ഥാപിക്കാൻ നബിമാർ ചെയ്തതുപോലെ, നബിമാർ പറഞ്ഞതുപോലെ, നേതാക്കൾ പറഞ്ഞതുപോലെ, മഹാത്മാക്കൾ ചെയ്തതുപോലെ, സാലിഹ്യങ്ങൾ കാട്ടിയതുപോലെ ചെയ്യാനുള്ളതായ കഴിവ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നു, അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതിനുവേണ്ടിയാണ് നാം നമ്മുടെ ജീവിതത്തിൽ നാം പാടുപെടേണ്ടത്, പരിശ്രമിക്കേണ്ടത് എന്ന് മദീന ഇമാം ഊന്നിപ്പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ ഫളലിൽ കൂടി മാത്രമാണ് ഇവിടെ നമുക്ക് അള്ളാഹു ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് വല്ല നിഅമത്തും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഒരു നിഅമത്തും നിങ്ങളുടെ കൂടെയുള്ളത് അള്ളാഹുവിൽ നിന്നിട്ടല്ലാതെ ലഭിച്ചിട്ടില്ല, ലഭിക്കുകയുമില്ല, ലഭിക്കാൻ പാടുള്ളതുമല്ല. ആ പ്രത്യേകത നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിശ്വാസത്തെ ക്ലിയറാക്കി അള്ളാഹുവിന്റെ കഴിവ് കൽപ്പന മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹിന്റെ മശീഅത്തിൽ കൂടിയല്ലാതെ ഇവിടെ ലോകത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാറില്ല എന്നത് മനസ്സിലാക്കി നാം ജീവിക്കണമെന്നത് മദീന ഇമാം ഊന്നിപ്പറഞ്ഞതായ ചില കാര്യങ്ങളിൽ പെട്ടതാണ്. എന്ന ഹദീസും അദ്ദേഹം ഓതിയിട്ടുണ്ട്. നമ്മുടെ ടൈം അവസാനിച്ചു വരികയാണ്. നിനക്ക് ഫലമുള്ളത് എന്തെല്ലാം ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി നിനക്ക് അത്യാഗ്രഹമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് അലച്ചിലുണ്ടായിരിക്കണം, അത് ചെയ്ത് കിട്ടണമെന്ന നിർബന്ധം നിന്നിലുണ്ടായിരിക്കണം. അത് നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായ കൽപ്പനയുടെ ചില ഭാഗത്തിൽപ്പെട്ടതാണ്. നീണ്ട ഹദീസാണ്. നമ്മുടെ സമയം അവസാനിച്ചു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക ഇമാം പറഞ്ഞതുപോലെയും മദീന ഇമാം പറഞ്ഞതുപോലെയും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമ്മെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ അത് നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടി ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്തിലൂടെ? ക്ഷമ കൈക്കൊള്ളലിലൂടെ, തൗബ ചെയ്യലിലൂടെ, പാശ്ചാത്തപിക്കലിലൂടെ, അള്ളാഹുലേക്ക് മടങ്ങലിലൂടെ. നമ്മുടെ ജീവിത രീതി അത് വടക്കായ രീതിയാണെങ്കിൽ അത് മാറ്റി നല്ല രീതിയാക്കി മാറ്റലിലൂടെ, അള്ളാഹിനെ പ്രീതിപ്പെടുത്തലിലൂടെ അതാണ് നാം പരീക്ഷണത്തിന് മുൻ നേരിടേണ്ടത് എന്നതും അപ്രകാരം തന്നെ നാം വല്ലതും ചെയ്യാൻ തീരുമാനിച്ചാലോ, നാം വല്ലതിനെ കുറിച്ച് നാളെ ചെയ്യുമെന്ന് പറയാൻ തീരുമാനിക്കുമ്പോഴോ ഇൻഷാ അള്ളാഹ് എന്ന് പറയാതെ അള്ളാഹുവിന്റെ മശീഅത്തിനെയും ഖുദ്റത്തിനെയും ഇറാദത്തിനെയും ഘടിപ്പിച്ചിട്ടല്ലാതെ സത്യവിശ്വാസി സംസാരിക്കാൻ പാടില്ല എന്നും മദീന ഇമാമിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയും നമ്മുടെ ശിട്ടാവുമായുള്ള ആ ബന്ധത്തെ നാം ആ ബന്ധത്തിലുള്ള വീഴ്ചയെ നെഗറ്റീവ് കൊണ്ട് ആ ബന്ധത്തെ പുതുക്കുവാനും അള്ളാഹുലേക്ക് അടുക്കുവാനും നാം പരിശ്രമിക്കുകയും ഈ വബായിൽ നിന്നിട്ടും ഈ രോഗത്തിൽ നിന്നിട്ടും ഈ മാരകമായ രോഗത്തിൽ നിന്നിട്ടും ഈ കൊറോണയിൽ നിന്നിട്ടും പാഠം പഠിക്കേണ്ടതുപോലെ പഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാൻ നാം പാടുപെടണമെന്നും മക്ക ഇമാമും മദീന ഇമാമും സൂചിപ്പിച്ചതായ ഭാഗമാണ്. അതിനെ ഞാനും നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്രമമായി നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദരന്മാരിൽ നിന്നിട്ട് എന്തെല്ലാം ആവശ്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുണ്യഭൂമിയിൽ വെച്ചിട്ട് നാം ഇപ്പോൾ സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തതായ ഈ വെള്ളിയാഴ്ച നടത്താനുള്ളതായ ഈ ക്ലാസ്സിൽ വെച്ചിട്ട്
അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നാം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തുകയും അവരിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ നീ ശിഫിയാക്കി കൊടുക്കുകയും അവരിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടത്തെ നീ വീട്ടുകയും അവർക്ക് എന്തെല്ലാം നിന്നോട് പറയാനുണ്ടോ സത്യവിശ്വാസികൾക്ക്, ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, അതെല്ലാം നീ അവർക്ക് സഫലീകരിച്ചു കൊടുക്കണേ രക്ഷിതാവേ. ഞങ്ങൾക്കും അതുപോലെ സഫലീകരിച്ച് തരണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.